ഗുണ്ടൽപേട്ടയിലാണുള്ളത്. കണ്ടോ, ഒരു ചെറിയ വീട്. ആ ചെറിയ വീടിനോട് ചുറ്റും കൃഷികൾ. ഇപ്പോൾ ഇവിടേക്ക് വാഴക്കൊല എടുക്കാൻ വേണ്ടി കണ്ടോ, വാഴകൾ ഇന്നലെ പെയ്ത മഴ, ഇന്നലെ വന്ന കാറ്റും ഒരുപാട് കൃഷിനാശങ്ങളാണ് സംഭവിച്ചത്. കണ്ടോ, ഇതൊക്കെ ഇന്നലത്തെ കാറ്റിൽ വീണതാണ്. ഇതൊക്കെ ഒരുപാട് നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. മഴ വേണം, പക്ഷെ കാറ്റടിക്കുമ്പം ഒരുപാട് കർഷകരുടെ നെഞ്ചിടിപ്പാണ്. നെഞ്ചിടിപ്പാണിത്. കണ്ടോ, കായ്ച്ച് നിൽക്കുന്ന കൊലകൾ. അതിൻ്റെ അടുത്ത് തന്നെ കാണിച്ചു തരാം. കർഷകർ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ്ടൽപേട്ട സ്ഥലം. ഇവിടുത്തെ ആളുകളുടെ മെയിൻ വരുമാനം കൃഷിയാണ്. ഇതൊരു വാഴത്തോട്ടാണ്. അതൊക്കെ ഇന്നലത്തെ കാറ്റ് മറിഞ്ഞു വീണതാണ്. നല്ല മഴ പെയ്തിന്, 1 മണിക്കൂർ നിൽക്കാതെ മഴ പെയ്തിന്. പക്ഷെ ആ മഴക്ക് നല്ല കാറ്റും അതിനനുസരിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റിന് വീണ ഒരു കർഷകൻ്റെ നെഞ്ചിടിപ്പാണ്. ഒരു അധ്വാനത്തിൻ്റെ ബാക്കി പത്രം, അഥവാ അതിലേക്ക് എത്തുന്നതിൻ്റെ, അധ്വാനിച്ചതിൻ്റെ വിഹിതം നേടുന്നതിൻ്റെ മുമ്പ് തന്നെ വിഹിതം എടുക്കുന്നതിനോട് ചേർന്ന് എത്തുമ്പോഴേക്ക് അത് മറിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അത് ഒരു കർഷകനും അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടായിരിക്കും. കണ്ടോ, അതൊക്കെ ഇതുപോലെ ഇങ്ങനെ കുലച്ച് നിൽക്കേണ്ട കായാണ്. കണ്ടോ, ഇന്നലത്തെ കാറ്റിന് വീണ് കിടക്കണം. ഇത്രേ ഉള്ളൂ. കാരണം ഇന്ന് നട്ട് അത് വലുതാക്കിയിട്ട് അതിൽ നിന്ന് വിളവെടുത്തിട്ട് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി എത്രയോ ആളുകളുടെ പരിശ്രമം ആണ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞ് ഇതുപോലെ ആക്കിയെടുത്ത് കണ്ടോ കൊലകളായി വന്ന് അതിൽ നിന്ന് മെച്ചം കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആ പ്രതീക്ഷ അറ്റുപോയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഒരുപാട് തോട്ടങ്ങളിൽ. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഗുണ്ടൽപേട്ടയിലേക്ക് വരുമ്പോൾ ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് കർഷകർക്കാണ് ഇന്നലെ നഷ്ടം സംഭവിച്ചത്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ആയം ഉണ്ടാവും. അത് ഇവിടുത്തെ ഒരു കുഴൽക്കിണറാണ്. ഈ കൃഷിക്ക് നടുവിലായിട്ടൊരു കുഴൽക്കിണർ ഉണ്ടായിരിക്കണോ. ഈ കുഴൽക്കിണറിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാഴ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട് ഇതിലൂടെയാണ് വെള്ളം വരിക. ആ വെള്ളം വന്നിട്ട് ഇതിലൂടെ സ്പ്രേ ചെയ്തിട്ട് ഓരോ ഇടങ്ങളിലേക്കും ഇതുപോലെ പൈപ്പ് വിട്ടിട്ടുണ്ടായിരിക്കും. ആ പൈപ്പിലൂടെ അങ്ങനെ ഓരോ തൈൻ്റെ അടുത്തേക്കും വെള്ളം എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ തോട്ടത്തിലും ഓരോ കുഴൽക്കിണർ കുഴിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങളുണ്ട്. എന്നിട്ട് കണ്ടോ, ഇതൊക്കെ മൂക്കാനായ കൊലാണ്. കണ്ടോ, ഏകദേശം മൂപ്പ് എത്തിയാണ്. കണ്ടോ, കൊല നിച്ച് ഇതൊക്കെ ഏകദേശം മൂപ്പ് എത്തിക്കണം ആ കൊലൊക്കെ. അപ്പോൾ ഇത്ര ഉള്ളൂ. ഒരു കർഷകനെന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പാണ് ഓരോ ദിവസവും. കാരണം കാലാവസ്ഥ ഏത് രീതിയിൽ വരുമെന്നോ ഒന്നും നിശ്ചയിക്കാൻ സാധിക്കത്തില്ല. കണ്ടോ, അവിടെയൊക്കെ മറിഞ്ഞു കിടക്കുന്നു. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത് കുത്ത് കൊടുക്കുക, പക്ഷെ ഇത് കുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഉറപ്പുള്ള വാഴയാണ്. പക്ഷെ അങ്ങനെ കുത്ത് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒരു കുത്ത് കൊടുക്കുന്നൊരു രീതി ഇവിടെ ഇല്ല. കാരണം ഇത്രയും നല്ല ഉറപ്പുള്ള തൈകളാണ് ഇതെല്ലാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവങ്ങളാണ്. കാറ്റ് അത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കാത്ത
ഇങ്ങനെ ഒരു കാറ്റ് ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു കാറ്റാണ് ഇന്നലെ അടിച്ചത്. റോഡുകളിലൊക്കെ മരം വീണെടുക്കുന്നുണ്ട്, ലൈൻ കമ്പികൾ പൊട്ടി വീണിട്ടുണ്ട്. ആണോ, ഇതിപ്പോൾ ഒരു തോട്ടമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് തോട്ടങ്ങൾ മറിഞ്ഞു കിടക്കുക. ഇനിയും ഒരുപാട് കാണിക്കാനുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇനി ഇവർ എന്ത് ചെയ്യും? ഈ നഷ്ടങ്ങളൊക്കെ എങ്ങനെ നികത്തിയെടുക്കും? ഒരുപാട് നാളത്തെ പ്രതീക്ഷകളാണ്. അതും വാഴയ്ക്ക് വിലയില്ലാത്തൊരു സമയം. നേന്ത്രക്കായ്